വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാനും മക്കളും കൂടെ ഇന്നൊന്ന് വീട്ടിലേക്ക് പോവുകയാണേ, എൻ്റെ വീട്ടിലേക്ക് പോവുകയാണേ. അപ്പം പോകുന്ന വിശേഷങ്ങളും വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന് കരുതി കേട്ടോ. അപ്പം കുറച്ച് ദിവസമായിട്ട് ഇപ്പം നല്ല മഴയാണേ. ഇന്ന് നല്ലൊരു കാലാവസ്ഥയാണെന്ന് തോന്നുന്നു, വെയിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ അതാ ഞാനും മക്കളും കൂടെ ഇറങ്ങുകയാണേ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെല്ലാം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പം വീട്ടിൽ നിന്ന് ഇതാ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് സ്റ്റാൻഡിലേക്കൊരു 15 മിനിറ്റോളം നടക്കാനുള്ള ദൂരമുള്ളൂ കേട്ടോ. അപ്പം നടന്ന് തന്നെയാണ് പോകുന്നത്. മഴയൊന്നുമില്ല, നല്ലൊരു കാലാവസ്ഥയാണെന്ന് കണ്ടതുകൊണ്ട് നടക്കുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ സ്റ്റാൻഡിലെത്തി വീട്ടിലേക്കുള്ള ബസ് കയറി കേട്ടോ. വീട്ടിലേക്കല്ല, ടൗണിലേക്ക് ആദ്യം കയറണം. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു ബസ്സും കൂടെ മാറി കയറണം കേട്ടോ. നല്ല കാലാവസ്ഥയൊക്കെ ആയിരുന്നെങ്കിലും ഞങ്ങൾ ബസ് കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മഴയൊന്ന് പെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ശക്തിയായിട്ടുള്ള മഴ തന്നെയായിരുന്നു കേട്ടോ. അടിപൊളി മഴയായിരുന്നേ. അപ്പം പിന്നെ എനിക്ക് ചെറിയൊരു ടെൻഷനും കൂടെ വന്നു കേട്ടോ. മക്കളെയും കൊണ്ട് പോവുകയാണല്ലോ. അപ്പം ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കുട നിവർത്താനും അതുപോലെ മോൻ്റെ കൈ പിടിച്ച് ഒരു റോഡ് ക്രോസ് ചെയ്യാനൊക്കെ ഉണ്ട്. എന്ത് ചെയ്യും എന്നുള്ളൊരു ടെൻഷനായിരുന്നു. അതങ്ങനെയാണല്ലോ, നമ്മൾ ഒറ്റയ്ക്ക് ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് ഒരു ടെൻഷൻ തന്നെയാണല്ലോ. പിന്നെ കയ്യിൽ കുറച്ച് ലഗേജും ഉണ്ട്, വലിയൊരു ബാഗ് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ അതൊക്കെ ആയിട്ട് ടെൻഷനായിരുന്നേ. പക്ഷേ ഭാഗ്യം കൊണ്ട് ഞാൻ ബസ് ഇറങ്ങുമ്പോഴത്തേക്കും മഴയൊക്കെ പോയി നല്ല വെയിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ബസ്സൊക്കെ ഇറങ്ങി എൻ്റെ വീട്ടിനടുത്തേക്കുള്ള ബസ് കയറി അവിടെ ഇറങ്ങിയിട്ട് നടക്കുന്നതാണ് ഇത്. വീട്ടിലേക്കും ഒരു വലിയ കയറ്റം കയറാനുണ്ട് കേട്ടോ. അപ്പം മോൻ മുന്നിൽ പോയിട്ടുണ്ട്. അവന് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് വീടെത്തണം എന്നാണ്. അപ്പോൾ അവനങ്ങ് ഓടിയിട്ടുണ്ട് കേട്ടോ. അമ്മമ്മേൻ്റെയും അമ്മച്ചൻ്റെ അടുത്തേക്ക് ഓടിയിട്ടുണ്ട്. ഞാൻ പിന്നെ ബാഗും മോളും ഒക്കെ ഉള്ളതുകൊണ്ട് പതുക്കെ അങ്ങ് കയറുകയാണേ. നമ്മുടെ മുകളിൽ ടോപ്പ് എന്നുള്ള വ്യൂ ആട്ടോ ഇത്. അടിപൊളിയാണ് ഇവിടെ കാണാനായിട്ട്. അപ്പോൾ അതാ നടന്ന് കുറച്ച് അങ്ങ് എത്തിയപ്പം ചേച്ചിയും മക്കളൊക്കെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാൻ വരുന്നുണ്ട് എന്നുള്ളത് അവർ അറിഞ്ഞപ്പം മോൻ മുന്നിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അറിഞ്ഞപ്പം മോളെ എടുക്കാൻ വേണ്ടി ഓടി വന്നതാണേ. ഞാനിന്ന് വീട്ടിലേക്ക് വന്നതിൻ്റെ മെയിൻ കാരണം ഇതാണ് കേട്ടോ. അമ്മ വീണ്ടും അമ്മേൻ്റെ കയ്യിൻ്റെ എല്ല് പൊട്ടിയിട്ടുണ്ട്. ഇത് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചതാട്ടോ. നമ്മുടെ വീടിൻ്റെ ഇവിടെ നിന്ന് അമ്മ ഓട്ടോയിൽ പോകുന്ന സമയത്ത് ഓട്ടോയ്ക്ക് വേറൊരു ബൈക്ക് വന്ന് ഇടിച്ചിട്ട് ഓട്ടോ മറിഞ്ഞ് അങ്ങനെ പറ്റിയതാട്ടോ കൈക്ക്. ചേച്ചിയും മക്കളൊക്കെ ഇതപ്പം വൈകിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണേ. മോന് പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല, മോൾ ഇവിടെ ഉള്ളതുകൊണ്ട്. പിന്നെ സ്കൂളിലേക്ക് കുറേ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പോവുകയാണേ. അപ്പം ഇതെൻ്റെ അമ്മയുടെ അനിയത്തിയാണ്. ചേച്ചി ഇതാ മോന് ഷൂ ഒക്കെ കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ അമ്മ, എൻ്റെ ഏട്ടൻ്റെ അമ്മ വയനാട്ടിലാണ്. അമ്മയും വയനാട്ടിൽ നിന്ന് എൻ്റെ അമ്മേനെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അമ്മേനെ നമ്മൾ വല്ലപ്പോഴൊക്കെ കാണാറുള്ളൂ കേട്ടോ, അമ്മ വയനാട്ടിലായതുകൊണ്ടൊക്കെ. പക്ഷെ അമ്മ വരുന്ന സമയത്ത് 4 മക്കൾക്കും ഒരുപോലെ ടോയ്സ് ആയാലും സ്നാക്സ് ആയാലും ഒക്കെ കൊണ്ടുവരാറുണ്ട് കേട്ടോ. 4 മക്കളെ ഒരുപോലെയാണ്. സത്യം പറഞ്ഞാൽ ഒരു അമ്മായിയമ്മ ആയിട്ടല്ല കേട്ടോ അമ്മ, നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ തന്നെയാണ് കേട്ടോ അമ്മ നമ്മുടെ ഫാമിലിയിൽ നിൽക്കാറ്. ഇവിടെ എൻ്റെ അനിയന് ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ മടിയായതുകൊണ്ട് അവൻ ഇതാ കുട കൊണ്ട് മുഖം അങ്ങ് കവർ ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും ഒത്തുകൂടി കഴിഞ്ഞാൽ പിന്നെയുള്ള ഈ യാത്ര പറഞ്ഞ് പിരിഞ്ഞു പോകുന്നതാണ് കുറച്ച് പ്രയാസമായിട്ടുള്ള കാര്യം. നമുക്ക് എത്ര തന്നെ യാത്ര പറഞ്ഞാലും മതിയാവില്ല കേട്ടോ. കുറേ വീട്ടിൽ നിന്നും പിന്നെ മുറ്റത്തു നിന്നും കുറേ വഴിയിൽ നിന്നൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും യാത്ര പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ അമ്മേനെ ആയാലും ഇനിയിപ്പം വയനാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ വല്ലപ്പോഴൊക്കെ കാണുള്ളൂ. അപ്പോൾ അതാ അവർക്ക് ബസ്സിൻ്റെ ടൈമായപ്പം അവരിറങ്ങിയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ അമ്മയുടെ അനിയത്തി മോനൊക്കെ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോഴേക്കും എൻ്റെ മോനൊക്കെ മൂഡ് ഓഫ് ആയിട്ടുണ്ട്. എല്ലാവരും പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും സൈലൻ്റ് ആവുമല്ലോ. അപ്പോൾ ആ ഒരു ഇതിലാണ് കേട്ടോ നിൽക്കുന്നത്. അങ്ങനെ ഇതാ അവരും ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. മോള് പിന്നെ എല്ലാവരുടെ അടുത്തും പോയിക്കോളൂ കേട്ടോ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആരെ എടുത്താലും അങ്ങ് പോയിക്കോളും. ഫസ്റ്റ് ടൈം ഒന്ന് കാണുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ടെന്നല്ലാതെ പിന്നെ അങ്ങ് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം അവർ കൊണ്ടുപോവുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പം മോൻ കൊണ്ടുപോകണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ആൾക്ക് വലിയ വിഷയമൊന്നുമില്ലേ. അങ്ങനെ ഇതാ ചേച്ചി വണ്ടിയിലൊക്കെ ഇരുത്തി നോക്കി, ഒരു കുഴപ്പമില്ല, അങ്ങ് കയറി പോവുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അതോടുകൂടി ഞാനങ്ങ് സ്റ്റോപ്പ് ചെയ്തു. എല്ലാവരും പോയി കഴിഞ്ഞപ്പം എനിക്കും ഒരു എന്താ പറയുക, ഒരു മൂഡ് ഓഫ് പോലെ. അപ്പം ഞാനും അങ്ങ് സ്റ്റോപ്പ് ചെയ്തേ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.